ചേട്ടാ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താണ് UK-ലുള്ള സകല ആൾക്കാരും ഈ യൂറോപ്പിൽ കൂടെ ആണല്ലോ ഷെങ്കൻ അടിച്ചിട്ട്? അങ്ങനെയൊന്നുമില്ല ചേട്ടാ, നമ്മള് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ഷെങ്കൻ കൊടുക്കാൻ വേണ്ടി. സാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല സക്സസ് റേറ്റ് ആണല്ലോ, അത്യാവശ്യം വിസ വെക്കുന്ന ഇപ്പൊ കംപ്ലീറ്റ് ആൾക്കാരും നമ്മളിലൂടെ പോകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ ഷെങ്കൻ അടിക്കാൻ? എങ്ങനെയുണ്ട് കിട്ടാനുള്ള സാധ്യതയൊക്കെ? എങ്ങനെയാ ഷെങ്കൻ അടിക്കാനുള്ള സാധ്യത ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 95% നമുക്ക് ഷെങ്കൻ വിസ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് ചോദിക്കുമ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്നത് നിങ്ങൾ ഡോക്യുമെന്റേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര പുലികളാന്ന് പറയുന്നത്. നിങ്ങൾ അതിൽ എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു ടച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്? നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റേഷൻ എല്ലാം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് പേഴ്സണലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ് സാധാരണ. അവരുടെ റിക്വയർമെൻറ്റ് നോക്കിയിട്ടും, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഫാമിലി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കവർ ലെറ്റർ കൊടുക്കാറുണ്ട്. അതുപോലെ സിംഗിളായിട്ടാണ് പോകുന്നതെങ്കിൽ സിംഗിളായിട്ടുള്ള രീതിയിലുള്ള കവർ ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചിട്ട് അതൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഡോക്യുമെന്റേഷൻ സൈഡിൽ നമ്മുടെ ഒരു നല്ലൊരു ശ്രദ്ധ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഡോക്യുമെന്റേഷൻ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കവർ ലെറ്ററിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അവർ അയച്ചു തരുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസോ എന്തെങ്കിലും കറക്ഷൻസൊക്കെ വരുത്താനുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാറുണ്ട്. അവരോട് അത് ഡോക്യുമെന്റിൽ മിസ്റ്റേക്കുകളുണ്ട് മാക്സിമം എടുത്തു കൊടുക്കുക. അതെ, ഷെങ്കൻ വിസ ഉള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ഷെങ്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 29 ഷെങ്കൻ കൺട്രീസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഒരൊറ്റ സിംഗിൾ വിസ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഏത് കൺട്രിയിൽ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതാണ് ഒരു ഷെങ്കൻ വിസയുടെ ഏറ്റവും മെച്ചമായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു വിസ വെച്ചിട്ട് നമുക്ക് ഇത്രയും രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മുടെ അടുത്ത് ഒരാൾ ഷെങ്കൻ വിസയ്ക്ക് ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരോട് പ്രോപ്പറായിട്ട് അവരെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ആൾ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവർ മെയിനായിട്ട് അവർ നോക്കേണ്ടത് അവരുടെ ലാസ്റ്റ് 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അതൊന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നീട് അവരൊരു 3 months പേ സ്ലിപ്പ് വേണം. അതുപോലെ തന്നെ എംപ്ലോയറുടെ അടുത്ത് നിന്ന് ഒരു ലെറ്ററും വേണം. അതൊക്കെയാണ് മെയിനായിട്ട് അവരുടെ അടുത്ത് നിന്ന് വേണ്ട സംഭവങ്ങൾ. പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഫുൾ ഡോക്യുമെൻറ്റേഷൻ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. അവരുടെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഒരു 1 yearലേക്ക് കവർ ചെയ്യുന്ന ഒരു മൾട്ടി ട്രിപ്പ് ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒരു ഹോട്ടൽ റിസർവേഷനും ഫ്ലൈറ്റ് റിസർവേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി അവരെന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കും. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവർ ലെറ്ററിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഷെങ്കൻ കൺട്രി വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മാസം മുന്നേ തുടങ്ങി തന്നെ കൃത്യമായൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും നല്ലതാണ്. കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ ഉള്ളത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെങ്കൻ വിസ എടുക്കാനുള്ളൊരു മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ളൊരു അവൈലബിലിറ്റിയാണ്. അപ്പോൾ സപ്പോസ് ഒരാൾക്ക് നെക്സ്റ്റ് മന്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ ചിലപ്പം പല ക്ലയൻസും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട്, അല്ലെങ്കിൽ എൻക്വയറി ആയിട്ട് പലരും വരാറുണ്ട്. ഞങ്ങൾക്ക് അടുത്ത മാസത്തേക്ക് ട്രാവൽ ചെയ്യണം ചേട്ടാ, എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷേ നമുക്ക് നോർമലി എല്ലാ കൺട്രീസും ഒരു 1 month അഡ്വാൻസ് അല്ലെങ്കിൽ 2 month അഡ്വാൻസ് അവരുടെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ഓപ്പൺ ആക്കും, സ്ലോട്ട്സ് ഒക്കെ ഓപ്പൺ ആക്കും. അപ്പോൾ നമുക്ക് എയർലിസ്റ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരാൾക്ക് പോകാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും മുമ്പ് മാക്സിമം അവർ ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. കേരളത്തിൽ നിന്ന് വന്ന് UK-യിൽ ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്, വിസാർഡ് എന്ന പേര്. എങ്ങനെയുണ്ട് UK-യിൽ ഒരു ബിസിനസ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാരുടെ അടുത്ത് മാക്സിമം നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം അവരുടെ അടുത്ത് റീച്ച് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് UK-യിൽ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനി ഒരുപാട് ആളുകൾക്ക് നിങ്ങൾ മുഖാന്തരം യൂറോപ്പൊക്കെ ഒന്ന് പോയി കണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ. ഞങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള നല്ല സപ്പോർട്ടും നല്ല സർവീസും കൊടുക്കാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.